I thought for these 3 mornings that we are together that I would try to deal with the Sermon on the Mount and more specifically the Beatitudes. ഈ 3 ദിവസങ്ങളിലെ നമ്മളുടെ ബൈബിൾ പഠനത്തിന് പർവ്വതപ്രസംഗം എന്ന പേരിൽ നാം അറിയപ്പെടുന്ന വേദഭാഗം, പ്രത്യേകിച്ച് ഭാഗ്യവർണ്ണനകളെക്കുറിച്ചുള്ള പഠനം നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So we'll begin with a broad discussion of the Sermon on the Mount and then narrow it to the Beatitudes. That's about all the time I can give in 3 days to this teaching. പർവ്വതപ്രസംഗത്തെക്കുറിച്ചുള്ള ഒരു പൊതുവീക്ഷണം ആദ്യം പറഞ്ഞതിന് ശേഷം നാം ഭാഗ്യവർണ്ണനകളിലേക്ക് ചുരുങ്ങുകയും അടുത്ത 3 ദിവസം അതിനെക്കുറിച്ചുള്ള ധ്യാനം പഠനം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ താല്പര്യം. Let us pray. പ്രാർത്ഥിക്കാം. Come now, O Lord, in power and in might. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് മഹിമയോടും ശക്തിയോടും കൂടെ എഴുന്നള്ളണമേ. Let the words of my mouth and the meditations of our hearts be acceptable in your sight. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും വായിലെ വാക്കുകളും അവിടുത്തേക്ക് പ്രസാദകരമാക്കണമേ. O God, our strength and our Redeemer. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ഞങ്ങളുടെ ദൈവമേ. Amen. ആമേൻ. I want to read the verse to start us off since this Bible study, and Matthew, the 5th chapter. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. And it reads thus. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. And seeing the multitudes, he went up into a mountain, and when he was set, his disciples came unto him. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. And he opened his mouth and taught them, saying. അവൻ തിരുവായും ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ. I will stop there. Okay. Yes. The Sermon on the Mount is Matthew's first and longest collection of Jesus' teachings. വിശുദ്ധ മത്തായി യേശു കർത്താവിൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആദ്യത്തേതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ ഭാഗമാണ് ഈ പർവ്വതപ്രസംഗം. The sermon presents Jesus as Israel's ultimate God-authorized teacher. ദൈവം അധികാരപ്പെടുത്തിയ പ്രബോധകനായി, ഗുരുവായി യേശുവിനെ അവതരിപ്പിക്കുവാനാണ് വിശുദ്ധ മത്തായി ഇവിടെ ശ്രമിക്കുന്നത്. And sternly warns the readers that believing in Jesus means doing what he says. യേശു കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രബോധിപ്പിക്കുന്നതിനെ പ്രായോഗികമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. I underline that sentence because it is important. ഞാൻ ആ വാക്യത്തിന്, ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് അടിവരയിടുന്നത് അത് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ്. Believing in Jesus means doing what he says. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറയുന്നത് പ്രവർത്തിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. Faith in Jesus must be actualized in behavior. പെരുമാറ്റങ്ങളിൽ കർത്താവ് പറഞ്ഞ ഉപദേശങ്ങളെ നാം യാഥാർത്ഥ്യവൽക്കരിക്കണം, പ്രായോഗികമാക്കണം. The Bible says the devils also believe and tremble. വേദപുസ്തകം പറയുന്നത് പിശാചുക്കളും വിശ്വസിക്കുന്നു, വിറയ്ക്കുന്നുമുണ്ട് എന്നാണ്. But it doesn't affect their behavior. എന്നാൽ പിശാചുക്കളുടെ സ്വഭാവത്തിലൊന്നും വേദപുസ്തകത്തിൻ്റെ വചനത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നില്ല. Believing in Jesus means doing what he says. യേശുവിൽ വിശ്വസിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം യേശു പറഞ്ഞതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക എന്നാണ്. And that we must remember.
അത് നാം എപ്പോഴും ഓർക്കണം. May I say that Mr. Trump's son, President Trump's son, said he was a Christian, but he did not believe in turning the other cheek. പ്രസിഡന്റ് ട്രംപിൻ്റെ മകൻ പറഞ്ഞു, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. Well, then you're not a Christian. അങ്ങനെയാണെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയല്ല. Believing in Jesus means doing what he says. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറയുന്നതിനെ പ്രായോഗികമാക്കുക എന്ന് തന്നെയാണ് അർത്ഥം. And because you are rich and powerful and known and all, that means nothing. നീ ധനവാനാണോ പ്രശസ്തനാണോ എല്ലാവരാലും അറിയപ്പെടുന്നവനാണോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. If you truly believe in Jesus, then you will be found trying to do what Jesus says. യേശുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു പഠിപ്പിച്ചത്, യേശു പറഞ്ഞത് നാം പ്രയോഗത്തിൽ കൊണ്ടുവരും. The Sermon on the Mount is probably the best known part of the teachings of Jesus. യേശു കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ ഏറ്റവും പ്രശസ്തമായ എല്ലാവരും അറിയപ്പെടുന്ന ഭാഗമാണ് പർവ്വത പ്രസംഗം എന്ന് പറയുന്നത്. Having said that, it is arguably the least understood. അങ്ങനെ പറയുമ്പോൾ തന്നെ ഏറ്റവും കുറച്ച് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണിതെന്ന് തോന്നുന്നു. And certainly the least obeyed. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് അനുസരണം ഉണ്ടായിട്ടുള്ളതും ഈ ഭാഗത്തെക്കുറിച്ചാണ്. It is the nearest thing to a manifesto. ഇത് ഒരു പ്രകടന പത്രികയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പ്രകടന പത്രിക. And when I say manifesto, I mean a statement declaring publicly the views of the issuer. മാനിഫെസ്റ്റോ എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത് അത് പറഞ്ഞ ആള് എന്ത് അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിവരണമാണ് എന്നാണ്. So the Sermon on the Mount is the nearest thing to a manifesto that Jesus ever uttered. കർത്താവ് പ്രസ്താവിച്ച പ്രബോധനങ്ങളുടെ ഏറ്റവും മനോഹരമായ വാച്യാവിഷ്കാരമാണ് നാം ഈ കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ വായിക്കുന്നത്. For it is his own description of what he wanted his followers to be and to do. കർത്താവിൻ്റെ അനുഗാമികൾ എങ്ങനെ ആയിരിക്കണം എന്നും അവർ എന്ത് ചെയ്യണം എന്നുള്ളതും കർത്താവ് ആഗ്രഹിച്ചത് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് പർവ്വത പ്രസംഗത്തിൽ. The sermon is found in Matthew's Gospel toward the beginning of the public ministry of Jesus. യേശു തമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഈ പർവ്വത പ്രസംഗം നടത്തപ്പെട്ടതായിട്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്. And a shorter version of the sermon on the plains is found in Luke. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ ഒരു വിവരണമുണ്ട്. അതിന് സമതലത്തിൽ കർത്താവ് നടത്തിയ പ്രസംഗം എന്നാണ് അറിയപ്പെടുക. Immediately after his baptism and temptation, Jesus had begun to announce the good news that the kingdom of God is come. യേശു കർത്താവിൻ്റെ സ്നാനത്തിന് ശേഷം കർത്താവ് ദൈവരാജ്യം ആഗതമായിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുവാനുള്ള ഒരാർജവം കർത്താവിനുണ്ടായി. When I speak of the kingdom of God, I mean the rule and reign of God upon the earth. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുന്ന, ദൈവത്തിൻ്റെ ഭരണം നിലനിൽക്കുന്ന ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആ അനുഭവം എന്നാണ് അതിൻ്റെ അർത്ഥം. That kingdom long promised in the Old Testament era was now at hand. പഴയ നിയമത്തിൽ ദീർഘകാലം മുമ്പ് പ്രസ്താവിക്കപ്പെട്ടിരുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനം ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യം ആയിരിക്കുന്നു. Jesus himself had come to inaugurate it. കർത്താവ് ഇതാ അത് പ്രസ്താവിക്കുവാനായി ലോകത്തിൽ എത്തിയിരിക്കുന്നു.
With him, the new age had dawned, ഒരു പുതിയ യുഗം കർത്താവിനോടുകൂടെ ഉദയം ചെയ്തിരിക്കുന്നു. and the rule of God had broken into human history. മനുഷ്യ ചരിത്രത്തിലേക്ക് ദൈവത്തിൻ്റെ ഭരണം ഇതാ പ്രവേശിച്ചിരിക്കുന്നു. It has yet to be fully consummated. എന്നാൽ ഇവിടെ പ്രവേശിക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യം അതിൻ്റെ പൂർണ്ണതയിൽ ഇനിയും എത്തേണ്ടതായിട്ടുണ്ട്. But God's reign has broken into human history with the coming of Jesus. യേശു കർത്താവിൻ്റെ വരവോടുകൂടെ ദൈവരാജ്യം മനുഷ്യ ചരിത്രത്തിലേക്ക് ഉൾപ്രവേശിച്ചിരിക്കുന്നു. The Sermon on the Mount is to be seen in this context. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പർവ്വത പ്രസംഗം നാം വായിച്ച് മനസ്സിലാക്കേണ്ടത്. It portrays the repentance and the righteousness that belong to the kingdom. ദൈവരാജ്യത്തിലുള്ള നീതിയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ഈ പർവ്വത പ്രസംഗം പ്രസ്താവിക്കുന്നു. And when I say repentance, I mean by that the complete change of mind, change of direction that comes when one believes in Jesus Christ. യേശു കർത്താവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായി ഒരുവനിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളുടെ വ്യത്യാസവും അദ്ദേഹത്തിൻ്റെ ദിശാബോധത്തിലുണ്ടാകുന്ന മാറ്റവുമാണ് മാനസാന്തരം എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. The Sermon on the Mount describe what human life and human community look like when they come under the gracious rule and reign of God. ദൈവ ഭരണത്തിൻ്റെ കീഴിൽ ഒരുവൻ വന്നു ചേരുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അവരിലുണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ച് പർവ്വത പ്രസംഗം വിശദീകരിക്കുന്നു. And what do they look like? എന്താണ് പർവ്വത പ്രസംഗം നമ്മെ പഠിപ്പിക്കുന്നത്? They look different. അതായത് ദൈവരാജ്യത്തിൻ്റെ പ്രഭാവത്തിൽ എത്തിച്ചേർന്ന ആളുകൾ വ്യത്യസ്തരായി കാണപ്പെടും. And I want to underscore that they look different. അതായത് അവർ വ്യത്യസ്തരാണ് എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. Jesus emphasized that his followers, the citizens of God's kingdom, were to be entirely different from others. ദൈവരാജ്യത്തിൻ്റെ പ്രജകൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് പർവ്വത പ്രസംഗം അടിവരയിട്ട് പറയുകയാണ്. They were not to take their cue from the people around them. തങ്ങളുടെ ജീവിതത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് സ്വീകരിക്കണമെന്നല്ല അവിടെ പറയുന്നത്. But they were to take their cue from Jesus. അവർക്കുള്ള നിർദ്ദേശങ്ങൾ വാസ്തവമായും യേശുവിൽ നിന്ന് അവർ സ്വീകരിക്കണം. And so prove to be genuine children of their heavenly Father. അങ്ങനെയാണ് അവർ സ്വർഗീയ പിതാവിൻ്റെ യഥാർത്ഥ മക്കളാണ് എന്ന് വ്യക്തമാക്കപ്പെടുന്നത്. Isaiah 6:5 says, "Woe unto me, for I am undone." എനിക്കയ്യോ കഷ്ടം എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. I am a man of unclean lips. ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ. And I live amongst unclean people. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ മധ്യേ ഞാൻ പാർക്കുന്നു. We are called not to be like others. മറ്റുള്ളവരെ പോലെ ആയിരിക്കുന്നതിനല്ല നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്, but to be like Jesus. യേശുവിനെ പോലെ ആകുന്നതിനാണ്. Matthew 6:8 says, "Do not be like them." മത്തായി സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവരോട് തുല്യരാകരുത് എന്നാണ്. That is our call to be different. അതാണ് വചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം, നാം വ്യത്യസ്തരായിരിക്കണം എന്നാണ്. 2 Corinthians 6:17 says, "Come out from among them and be ye separate." 2 കൊരിന്ത്യർ 6:17 നാം വായിക്കുന്നത് നിങ്ങൾ വേർപെട്ടിരിപ്പീൻ എന്നാണ്. And this call to be different is elaborated throughout the Sermon on the Mount. ഈ ഒരു വലിയ പ്രബോധനം
വ്യത്യസ്തരായിരിക്കാനുള്ള പ്രബോധനം ഇതാ ഈ പർവ്വത പ്രസംഗത്തിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. And it's not easy. അത് വളരെ ആയാസരഹിതമായ പ്രയാസമില്ലാത്ത കാര്യമല്ല. Sometimes it's easier just to go along to get along. മറ്റുള്ളവരോടൊപ്പം സഞ്ചരിക്കുന്നതും നാടോടുമ്പം നടുവേ ഓടുന്നതുമൊക്കെയാണ് കുറച്ചുകൂടെ ആയാസരഹിതമായ കാര്യം. Just join in with the crowd and do what everybody else is doing. മറ്റെല്ലാവരും ചെയ്യുന്നത് പോലെ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി അങ്ങ് പോകുന്നതാണ് വളരെ എളുപ്പമുള്ള കാര്യം. But the people who belong to God, എന്നാൽ ദൈവത്തിൻ്റെ പ്രജകൾ, ദൈവത്തിന് ഉടമസ്ഥാവകാശമുള്ളവർ, we are called to be different. നമ്മെ വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തരായിരിക്കുന്നതിനാണ്. At all times, Jesus teaches that his followers are to be different. യേശുവിൻ്റെ അനുയായികൾ എല്ലായ്പ്പോഴും വ്യത്യസ്തരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. Different from both the nominal church and the secular world. നാമധേയ സഭയിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം, സെക്കുലറായിട്ടുള്ള ലോകത്തിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം ദൈവത്തിൻ്റെ ജനം. Different from both the religious and irreligious. മതബോധം ഉള്ളവരോ മതബോധമില്ലാത്തവരോ ആയ ആളുകളിൽ നിന്നും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. The Sermon on the Mount is the most complete description anywhere in the New Testament of the Christian counterculture. ഒരു ക്രിസ്തീയ പ്രതിസംസ്കാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ വിവരണമാണ് നാം പർവ്വത പ്രസംഗത്തിൽ കണ്ടെത്തുന്നത്. And when I say counterculture, I mean a way of life and set of attitudes opposed to or at variance with the prevailing social norm. പ്രതിസംസ്കാരം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിലവിലുള്ള സാമൂഹ്യ ധാരകളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഒരു ആർജവം, ഒരു തീരുമാനം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രവൃത്തി എന്നാണ്. The Apostle Paul says, "Behold, I show you a more excellent way." പൗലോസപ്പോസ്തലൻ പറയുന്നു, ഇതാ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായ മഹത്വപൂർണ്ണമായ ഒരു മാർഗം കാണിച്ചു തരാം. That is the way to which we are being called in the Sermon on the Mount, a more excellent way. അതാണ് കുറച്ചുകൂടെ വ്യത്യസ്തമായ അനുഗ്രഹീതമായ വഴിയെന്ന് പൗലോസപ്പോസ്തലൻ പറയുന്ന ആ കാര്യമാണ് പർവ്വത പ്രസംഗത്തിൽ നാം വായിച്ചെടുക്കുന്നത്. In the Sermon on the Mount, we find a Christian value system, ethical standards, religious devotion, as well as the appropriate attitudes toward money, ambition, lifestyle, and relationships. പർവ്വത പ്രസംഗത്തിൽ നാം വായിക്കുന്നത് വ്യത്യസ്തമായ ഒരു ധർമ്മശാസ്ത്രത്തെക്കുറിച്ചാണ്, വ്യത്യസ്തമായ ഒരു പെരുമാറ്റ രീതിയെക്കുറിച്ചാണ്, വ്യത്യസ്തമായ സാമൂഹ്യ നടപടികളെക്കുറിച്ചാണ്. All of which are the opposite of the non-Christian world. ക്രിസ്തേതരമായ ഒരു ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് നാം അവിടെ കണ്ടെത്തുന്നത്. The Sermon on the Mount presents life in the kingdom of God as it is lived out under the divine rule. ദൈവിക ഭരണത്തിൻ്റെ കീഴിൽ ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ദൈവിക നിയമങ്ങളാണ് നാം പർവ്വത പ്രസംഗത്തിൽ കണ്ടെത്തുന്നത്. In the black church of America, out of which I come, ഞാൻ വരുന്ന അമേരിക്കയിലെ കറുത്ത വംശക്കാരുടെ സഭാ ജീവിതത്തിൽ we used to sing a song that went like this. ഞങ്ങൾ സാധാരണ പാടുന്ന ഒരു പാട്ടുണ്ട്. Great change, great change, great change. വലിയ മാറ്റം, വലിയ മാറ്റം, വലിയ മാറ്റം. There's been a great change in me. എന്നിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. I don't walk the way I used to walk. ഞാൻ നേരത്തെ നടന്നിരുന്ന വഴിയെ കൂടെ ഇപ്പോൾ നടക്കുകയില്ല. I don't talk the way I used to talk. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നതുപോലെ ഇപ്പോൾ സംസാരിക്കുകയില്ല. For there's been a great change in me.
എന്തുകൊണ്ടെന്നാൽ എന്നിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. Just let me sing a little bit of it right now, if you mind. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? Great change, great change, great change in me. എന്നിലിതാ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് പാടുകയാണ്. There's been a great change. എന്നിലൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. Change in me. എന്നിൽ മാറ്റം വന്നിരിക്കുന്നു. I don't walk the way I used to walk. ഞാൻ നേരത്തെ നടന്നതുപോലെയല്ല ഇപ്പോൾ നടക്കുന്നത്. I don't talk the way I used to talk. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്ന ശൈലിയിലല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. For there's been a great change, great change, great change in me. എന്നിൽ എന്തു മാറ്റമാണ് വന്നിരിക്കുന്നത്? വലിയ മാറ്റം എൻ്റെ ദൈവം എന്നിൽ തന്നിരിക്കുന്നു. That's what the Sermon on the Mount is calling for us to do. പർവ്വത പ്രസംഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നത് അപ്രകാരമുള്ള ഒരു ജീവിത ശൈലിക്ക് വേണ്ടിയാണ്. Wow. There are those who believe that the standards set forth in the Sermon on the Mount are unattainable. പലരും പറയുന്നത് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ധാർമ്മിക നിലവാരമൊന്നും സാധാരണക്കാർക്ക് സാധ്യമല്ല എന്നുള്ള ഒരു രീതിയാണ്. They are attainable. എന്നാൽ അവ സാധ്യമാണ്. But only to those who have experienced the new birth that Jesus told Nicodemus was indispensable condition of seeing and entering God's kingdom. യേശു നിക്കോദിമോസിനോട് പറഞ്ഞ ആ വീണ്ടും ജനനം എന്ന അനുഭവമുണ്ടല്ലോ, ആ വീണ്ടും ജനന അനുഭവത്തിൽ വന്നവർക്കാണ് ഈ പർവ്വത പ്രസംഗത്തിൻ്റെ ധർമ്മം പാലിക്കുവാനായിട്ട് സാധിക്കുന്നത്. The righteousness Jesus described in the Sermon on the Mount is an inner righteousness. കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പറയുന്ന നീതി എന്നത് ആന്തരികമായ ഒരു നീതിയുടെ അനുഭവമാണ്. Change has to take place in your heart. നമ്മുടെ ഹൃദയത്തിലാണ് ആ മാറ്റം ആദ്യം ഉണ്ടാവേണ്ടത്. Although it manifests itself outwardly and visibly in words, deeds, and relationships, it remains essentially a righteousness of the heart. വാക്കിലും പ്രവൃത്തിയിലും നമ്മുടെ ബന്ധങ്ങളിലും അതിൻ്റെ ബാഹ്യ ആവിഷ്കാരങ്ങൾ ഉണ്ടാകുമെങ്കിലും വാസ്തവത്തിൽ അതിൻ്റെ ആരംഭം ഉണ്ടാകേണ്ടത് മനുഷ്യഹൃദയങ്ങളിലാണ്. And when there has been a change in the heart, it affects what you do and what you say and how you live. മനുഷ്യഹൃദയങ്ങളിൽ ആ മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അതിൻ്റെ സ്വാധീനം ഉണ്ടാവും. And when I speak of heart, ഞാൻ ഹൃദയം എന്ന് പറയുമ്പോൾ I mean the seat of our intellect, will, and desire. നമ്മുടെ ആഗ്രഹങ്ങളുടെയും ഇച്ഛയുടെയും നമ്മുടെ ചിന്തകളുടെയും ഒരു സ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഹൃദയം എന്ന വാക്ക് ഉപയോഗിച്ചത്. Jesus spoke the Sermon on the Mount to those who were already his disciples and thereby also the citizens of God's kingdom. കർത്താവ് പർവ്വത പ്രസംഗത്തിൻ്റെ വചനങ്ങൾ പ്രസ്താവിച്ചത് തൻ്റെ ശിഷ്യന്മാരോടാണ്, കർത്താവിൻ്റെ വിളി കേട്ടവരോടാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ പ്രജകളായി തീർന്നവരാണ്. We can never reach his standard of perfection. യേശു തമ്പുരാൻ പറയുന്ന ഒരു പൂർണ്ണതയുടെ അനുഭവം നമുക്ക് എത്തിച്ചേരാൻ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരില്ല. But in our desire to approximate them, we give evidence of what by God's free grace and gift we already are. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൗജന്യമായ കൃപയുടെ ഫലമായി നാം എന്തായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ആവിഷ്കാരം നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും. We are what we are by the grace of God. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ആയിരിക്കുന്നത്, ഇപ്പോൾ ആയിരിക്കുന്നത്, ആയി തീർന്നത്. Kierkegaard said we can never truly attain all that we should be without an injection of God's grace. ദൈവകൃപയുടെ ഒരു ഉൾപ്രവേശം ഇല്ലാതെ നമുക്ക് നാം ആയിരിക്കേണ്ടതുപോലെ ആയിത്തീരാൻ കഴിയുകയില്ല എന്ന് ദൈവശാസ്ത്രജ്ഞനായ കിർക്കെഗാർഡ് പറഞ്ഞിട്ടുണ്ട്.
We can never be good on our own. നമുക്ക് തന്നെ സ്വയമായി നമുക്ക് നന്മയുള്ളവരാകുവാൻ കഴിഞ്ഞെന്ന് വരില്ല. But through the gift of God's free grace, we can come near to being what God would have us to be. എന്നാൽ നാം എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ അടുത്തേക്ക് വരുവാൻ നമുക്ക് കഴിയുന്നത് നമ്മിൽ നൽകപ്പെട്ടിട്ടുള്ള ദൈവകൃപയുടെ അനുഭവം കൊണ്ടാണ്. Thus, our desire to live by the principles set forth in the Sermon on the Mount should not cause us to become puffed up with pride, but rather it should make us humble. ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളനുസരിച്ച് നാം ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ അത് നമ്മളെ അഹന്തയുള്ളവരും അഹങ്കാരികളുള്ളവരും ആക്കരുത്. പിന്നെയോ നാം വിനയമുള്ളവരായി ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടെ ദൈവാശ്രയത്തോടുകൂടെ ജീവിക്കുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. As we approach these moral and ethical standards set forth by Jesus, we must remember that according to Scriptures, all we like sheep have gone astray. നമ്മളെല്ലാവരും തെറ്റിപ്പോയ ആടുകളെ പോലെ ആയിരുന്നു എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നത് നാം ഈ പർവ്വത പ്രസംഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യമാണ്. We will never be perfect in our implementation of these principles by which we are to live. നാം ജീവിക്കേണ്ട ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയുമായിരുന്നില്ല എന്നുള്ളത് നാം ഓർക്കണം. The Bible says there is none righteous, no, not one. വേദപുസ്തകം പറയുന്നത് നീതിമാൻ ആരുമില്ല എന്നാണ്. The Bible says all of our righteousness is as filthy rags in the eyes of the Lord. വേദപുസ്തകം പറയുന്നത് നമ്മുടെ നന്മ പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണിക്ക് സമാനമാണ് എന്നാണ്. This is what we must remember. ഇതാണ് നാം ഓർക്കേണ്ടത്. As we seek to live by these principles and standards set forth by Jesus. യേശു തമ്പുരാൻ നമുക്ക് വെച്ച് തന്നിട്ടുള്ള തത്വങ്ങൾക്കും ജീവിത പ്രമാണങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ we will never reach perfection. നമ്മൾ ഒരിക്കലും പൂർണ്ണതയിലെത്തുന്നില്ല എന്നത് നമ്മൾ അറിയണം. This is what we must say. ഇതാണ് നാം എപ്പോഴും പറയേണ്ടത്. I'm not all I want to be. ഞാൻ ആയിരിക്കേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ആകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. I'm not all I'm going to be. ഞാൻ ആയിരിക്കേണ്ടത് ആയിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. I'm not all I ought to be. ഞാൻ ആയിരിക്കേണ്ടത്, ഞാൻ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എനിക്ക് ഇപ്പോൾ ആയിത്തീരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. But when I think about what I used to be, എന്നാൽ ഞാൻ നേരത്തെ പണ്ട് എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുമ്പോൾ I am so much better by the grace of God. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അന്നായിരുന്നതിനേക്കാൾ ഇപ്പോൾ ദൈവകൃപയോടെ കുറച്ചുകൂടെ അടുത്ത് സഞ്ചരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. Another song I grew up hearing in the black church ഞാൻ വളർന്നു വന്ന സഭയിൽ ഞാൻ കേട്ടിട്ടുള്ള മറ്റ് മനോഹരമായ ഒരു പാട്ടുണ്ട്. says, step by step we'll make the journey. അതിനകത്ത് പറയുന്നത് അടിവെച്ച് അടിവെച്ച് ഈ യാത്ര ഞങ്ങൾ തുടരും എന്നാണ്. Even though our way seems hard, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കഠിനമാണ് എന്ന് തോന്നുമ്പോഴും ഞാൻ ഈ യാത്ര അടിവെച്ച് അടിവെച്ച് തുടരുമെന്ന്. step by step we'll make the journey. പദാനുപദം ഈ യാത്ര ഞാൻ തുടരുമെന്നാണ് അതിൻ്റെ അർത്ഥം. If we just put our trust in God. അത് സാധിക്കുന്നത് ദൈവത്തിൽ നമ്മുടെ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ മാത്രമാണ്. Yes. Now let me see. I lost my. Oh, here we are. Perhaps no other religious discourse in the history of humanity has attracted the attention which has been devoted to the Sermon on the Mount. മനുഷ്യ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മതപ്രഭാഷണത്തിന് പർവ്വത പ്രസംഗത്തിന് ലഭിച്ചതുപോലെയുള്ള സ്വീകാര്യതയും മനുഷ്യരുടെ ശ്രദ്ധയും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ചിന്ത. Philosophers and activists from many non-Christian perspectives who have refused
to worship Jesus nevertheless have admired his ethic. യേശുവിനെ ദൈവമായി ആരാധിക്കാത്ത മതേതരർ ക്രിസ്തേതരരുമായ ആളുകൾ പോലും യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ ആശയങ്ങളാൽ വളരെയധികം ആകർഷിതരായി തീർന്നിട്ടുണ്ട്. In the 20th century, Mohandas Gandhi was the sermon's most famous non-Christian devotee. 20ാം നൂറ്റാണ്ടിൽ മോഹൻദാസ് ഗാന്ധി ഈ പർവ്വത പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ ആരാധകനായിരുന്നു, അല്ലെങ്കിൽ അതിനെ അംഗീകരിച്ച ആളാണ്. And this is according to the late John Stott of All Souls Church in London. ലണ്ടനിലെ ഓൾ സെയിൻറ്റ്സ് ചർച്ചിലെ പ്രഗത്ഭനായ പട്ടക്കാരൻ ജോൺ സ്റ്റോട്ടിൻ്റെ അഭിപ്രായമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. And others may admire them. അവരെല്ലാവരും ഈ കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തെ പുകഴ്ത്തുന്നുണ്ട്. But the commands in the Sermon on the Mount are addressed to all of the followers of Jesus. എന്നാൽ പ്രിയരെ, യേശുവിൻ്റെ ശിഷ്യന്മാരായ എല്ലാവരോടുമാണ് ഈ പർവ്വത പ്രസംഗത്തിൻ്റെ പ്രബോധനങ്ങൾ നൽകുന്നത് എന്ന് നാം ഓർക്കണം. His disciples. കർത്താവിൻ്റെ ശിഷ്യരായ എല്ലാവരും പർവ്വത പ്രസംഗത്തെ പിൻപറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ്. And that's why Matthew 5 verse 1 says, and seeing the multitudes. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ പുരുഷാരത്തെ കണ്ടാറെ എന്ന് പറഞ്ഞിരിക്കുന്നത്. He went up into a mountain. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി. And when he was set, his disciples came unto him. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. As some scholars have noted, inaugurated eschatology seems best suited with Jesus' teaching on the kingdom. യുഗാന്ത്യ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ചിന്തകൾ യേശു കർത്താവിൻ്റെ ഈ പ്രബോധനങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടുന്നുവെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. Eschatology concerns itself with the teachings of the end time. അന്ത്യസമയങ്ങളെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ് എസ്കറ്റോളജി, യുഗാന്ത്യ ശാസ്ത്രം എന്ന വിഭാഗത്തിലുള്ളത് എന്ന് നമുക്കറിയാം. Inaugurated eschatology recognizes an already not yet tension. എസ്കറ്റോളജി യുഗാന്ത്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതും എന്നാൽ ഇതുവരെ പൂർണ്ണമാക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നറിയണം. In which the sermon's ethic remains the ideal or goal for all Christians in every age. എല്ലാ കാലഘട്ടത്തിലുമുള്ള എല്ലാ ക്രൈസ്തവരും പിൻപറ്റേണ്ടതായ പൂർണ്ണതയിലേക്ക് അവർ നയിക്കപ്പെടേണ്ടതായിട്ടുള്ള തത്വങ്ങളാണ്, ആശയങ്ങളാണ് ഈ പർവ്വത പ്രസംഗത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. But which will never be fully realized until the consummation of the kingdom at Christ's return. കർത്താവിൻ്റെ മടങ്ങിവരവിൽ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുവോളം അത് പൂർണ്ണമാക്കപ്പെടുന്നില്ല എന്നുള്ളത് ശരിയാണ്. എങ്കിലും നാം എല്ലാവരും ഈ പ്രബോധനങ്ങൾ, ഈ തത്വങ്ങൾ, ഈ ആശയങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. So the Apostle Paul says, now we see through a glass darkly, but then face to face. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് മുഖാമുഖമായി കാണുമെന്ന്. There is that tension of already but not yet. അതായത് ഇപ്പോൾ ഉള്ളതും ഇനി വരാനുള്ളതും എന്നുള്ളതിൻ്റെ രണ്ട് ചിന്തകൾ തമ്മിലുള്ള ഒരു സംഘർഷം എല്ലായ്പ്പോഴും ഈ പ്രബോധനങ്ങളിലുണ്ട്. We live in hope that the Spirit will empower us to make substantial strides in obedience. ദൈവാത്മാവിൻ്റെ കൃപയാൽ അനുസരണഭാവത്തോടുകൂടെ നാം വ്യക്തമായിട്ടുള്ള കാൽവെപ്പുകൾ വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്നാണ് വചനം നമുക്ക് നൽകുന്ന ശക്തീകരണം. Even as we recognize that our sinfulness will prevent us from ever coming close to attaining God's standard.
ദൈവിക നിലവാരത്തിലേക്ക് എത്തിച്ചേരുന്നതിന് നമ്മിലുള്ള പാപാവസ്ഥകൾ നമ്മെ തടസ്സപ്പെടുത്തുന്നു എന്ന് നമുക്ക് അനുഭവമാകുമ്പോഴും നമുക്ക് പ്രത്യാശയുടെ കാൽവെപ്പുകൾ വെക്കുവാൻ കഴിയും. And still we strive to do our best to be the people that God is calling us to be. ദൈവം നമ്മളെ എന്തായിരിക്കുന്നതിനാണോ വിളിച്ചിരിക്കുന്നത് അതിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നാം ദൈവത്തിൻ്റെ ജനമാണ് എന്ന് നാം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതുണ്ട്. As we have previously stated in the Sermon on the Mount, Jesus is first of all addressing the community of his followers. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് ഈ പർവ്വത പ്രസംഗം പറയുന്നത് തൻ്റെ ശിഷ്യന്മാരോടാണ് എന്ന് വീണ്ടും ഓർക്കുക. So that the church should comprise the primary arena of their application. അതായത് ദൈവരാജ്യ പ്രമാണത്തിൻ്റെ ആശയങ്ങൾ പ്രാവർത്തികമാകേണ്ട അടിസ്ഥാന ഘടകം സഭയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. The sermon thus forms the manifesto by which the new community Jesus is forming should live. ദൈവരാജ്യം അതായത് യേശു തമ്പുരാൻ രൂപീകരിക്കുന്നതായ ഒരു നവസമൂഹം, ആ നവസമൂഹത്തിൻ്റെ ചിത്രം വാസ്തവത്തിൽ സഭയിലൂടെയാണ് പ്രകടമാകേണ്ടത്, കാണപ്പെടേണ്ടത്. But the church must try to permeate society with these ideals. ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് സമൂഹത്തെ സ്വാധീനിക്കുവാൻ സഭയ്ക്ക് കഴിയണം. Albeit in a persuasive rather than coercive fashion. അത് പ്രചോദനാത്മകമായ രീതിയിൽ, അല്ലാതെ സമ്മർദ്ദം ചെലുത്തിയിട്ടോ ബലം പ്രയോഗിച്ചോ അല്ല എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. The ethic of the Sermon on the Mount is meant for the people of God. ദൈവത്തിൻ്റെ ജനത്തിനാണ് ഈ പർവ്വത പ്രസംഗത്തിൻ്റെ ആശയങ്ങൾ വളരെ സജീവമായി അർത്ഥപൂർണമാകുന്നത്. Yet we ought to attempt to permeate society with our values. നമുക്ക് ലഭിച്ചിരിക്കുന്ന മൂല്യ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ സ്വാധീനിക്കുവാൻ സഭയ്ക്ക് ഒരു വലിയ വിളിയുണ്ട്, വലിയ നിയോഗമുണ്ട്. But we do not force this faith on other people. എന്നാൽ ഈ വിശ്വാസം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതിനല്ല നാം ശ്രമിക്കേണ്ടത്. We do not force these teachings on other people. മറ്റുള്ളവരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുക, ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ആശയമേ ഇല്ല. Matthew 5:16 says, മത്തായി സുവിശേഷം 5:16 ഇങ്ങനെ പറയുന്നു: Let your light so shine that all people might see your good works and glorify your Father which is in heaven. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. We influence the world through our behavior. നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെയാണ് നാം ഈ സമൂഹത്തെ സ്വാധീനിക്കേണ്ടത്. And the way we ought to behave and act comes to us from the teachings of Jesus. നമ്മുടെ പെരുമാറ്റ ശൈലി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കതിന് കാഴ്ചപ്പാട് നൽകുന്നത് കർത്താവിൻ്റെ പ്രബോധനങ്ങളാണ്, പഠിപ്പിക്കലുകളാണ്. Lord, I want to be a Christian. കർത്താവേ, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. In my heart, എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവമേ നിന്നെ പിൻപറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Lord, I want to be a Christian. കർത്താവേ, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In my heart. എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവമേ ഒരു വിശ്വാസിയായിരിക്കുന്നതിന് എന്നെ സഹായിക്കണമേ. And then others will see your good works and glorify your Father which is in heaven. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകുമ്പോഴാണ് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നാം മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകകൾ ആകുന്നത്. That is our challenge. അതാണ് എനിക്ക് വയ്ക്കുവാനുള്ള ഒരു വെല്ലുവിളി. To so live out the teachings of Jesus. യേശുവിൻ്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. That people will see Jesus Christ in us. നാം അങ്ങനെ ജീവിക്കുന്നതിലൂടെയാണ് മറ്റുള്ളവർ നമ്മിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത്. And say, what must I do to be saved?
ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം എന്ന് അപ്പോഴാണ് അവർ നമ്മോട് ചോദിക്കുക. But if they don't see Jesus in us, കർത്താവ് നമ്മിൽ കാണപ്പെടണം എന്നുള്ളതാണ് പ്രധാനം. there will be little desire on their hearts to come to Jesus. നമ്മിൽ കർത്താവിനെ കണ്ടുമുട്ടുന്നില്ല എങ്കിൽ, നാം കർത്താവിനെ അവതരിപ്പിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ജീവിതത്തിലൂടെ നാം സാക്ഷ്യപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് കർത്താവിനെ കാണുവാൻ ഒരു താല്പര്യവും ഉണ്ടാവുകയില്ല. May I give this illustration? ഞാനൊരു ഉദാഹരണം പറയട്ടെ. I was preaching in Houston, Texas one morning. ടെക്സാസിലെ ഹ്യൂസ്റ്റണിൽ ഞാനൊരു പ്രഭാതത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. And the man who picked me up from the hotel, the driver who picked me up from the hotel, എന്നെ ഹോട്ടലിൽ നിന്നും പ്രസംഗ സ്ഥലത്തേക്ക് കൊണ്ടുപോയ ഡ്രൈവർ, as we drove along, he was telling me what a committed Christian he was. യാത്ര ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. But a car pulled in front of him while we were driving. എന്നാൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് മുമ്പിൽ വന്ന് പെട്ടെന്ന് തടസ്സപ്പെടുത്തുമാറ് നിന്നു. And he started to curse the man. അതങ്ങോട്ട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ സമർപ്പിതനായ മനുഷ്യൻ മറ്റേ ആളിനെ ചീത്ത പറയാനായിട്ട് തുടങ്ങി. Oh, he said some bad words that morning. അന്ന് ഈ സമർപ്പിതൻ പറഞ്ഞ ചീത്ത വാക്കുകൾ എന്തൊക്കെയായിരുന്നു അറിയാമോ? And then we sped along. മുന്നോട്ട് പോയപ്പോൾ And another person in Houston cut him off as he was trying to get to the church. വേറൊരാൾ മുമ്പിൽ കൂടെ കുറുക്കിയാടി പള്ളിയിലോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത്. And he blew his horn. അദ്ദേഹം ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇദ്ദേഹം മുമ്പിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ And stuck his hand out the window. കാറിൻ്റെ ജനാലയിലൂടെ കൈപൊക്കി അയാളെ ആംഗ്യം കാണിച്ചു. And started cursing that man. ആ മനുഷ്യനെയും ശപിക്കുവാൻ തുടങ്ങി ഇവിടെ ഇരുന്നുകൊണ്ട്. Oh, he said some words I hadn't heard in a long time. ഞാൻ എത്ര സമയമായി ഇത് കേൾക്കായിരുന്നു അതിൻ്റെ സമർപ്പണത്തെക്കുറിച്ച്. And when we finally arrived at the church, ഞങ്ങളങ്ങ് പള്ളിയിൽ ചെന്നപ്പോൾ he looked at me അദ്ദേഹം എന്നെ നോക്കി. and he said, "Thank you, Jesus. എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, യേശുവേ സ്തോത്രം എന്ന്. You brought us all the way." കർത്താവേ, ഈ വഴിയൂടെ എല്ലാം ഞങ്ങളെ നീ സുരക്ഷിതമായി കൊണ്ടുവന്നല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. I did not say it to him, but I said to myself, ഞാൻ ആ പുള്ളിയെ ഒന്നും പറഞ്ഞില്ല, എന്നാൽ എന്നോട് തന്നെ ഞാൻ പറഞ്ഞു, I think Jesus got out of this car a long time ago. എത്രയോ നേരത്തെ തന്നെ കർത്താവ് ഈ കാറിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. We have to live the faith. നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം. We have to live by the principles set forth by Jesus. യേശു തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുള്ള ജീവിതത്തിൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. Every day of our lives. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും The Sermon on the Mount is what Jesus is calling for his disciples to do. കർത്താവിൻ്റെ ശിഷ്യന്മാർ അനുവർത്തിക്കേണ്ടതായ കാര്യം ഇതാ ഈ പർവ്വത പ്രസംഗം നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ്. ഒരു ദൈനംദിന അനുഭവമായി അത് തീരത്തക്കവണ്ണം. And to live by. ഈ തത്വങ്ങളനുസരിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ് ആവശ്യം. While I was working on this paper that I'm reading this week, ഞാൻ ഇതിനു വേണ്ടിയുള്ള ഈ പ്രസംഗമൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് it made me more conscious of the principles set forth in the Sermon on the Mount. ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ഈ പർവ്വത പ്രസംഗം എനിക്ക് വെച്ച് തന്നിട്ടുള്ള മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടെ ബോധമുണ്ടായി ഈ ആഴ്ച. And I began to see again just how difficult they are to live by. അവ പ്രായോഗികമാക്കുന്നതിന് എത്ര ബുദ്ധിമുട്ടാണ് എന്ന് വീണ്ടും എനിക്ക് ഓർമ്മ വന്നു. Some days I was short-tempered. ചിലപ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ആളാണ്. Some days I was not nice
not as nice to others as I could have been. ഞാൻ ആയിരിക്കേണ്ടതുപോലെ മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ എനിക്ക് ചിലപ്പോഴൊക്കെ കഴിഞ്ഞു എന്ന് വരില്ല. Some days I gave in to inferior values. ചിലപ്പോഴെങ്കിലും നികൃഷ്ടമായിട്ടുള്ള ചില മൂല്യങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു പോകാറുണ്ട്. And I'd go back to my study table to work on this. ഞാൻ തിരിച്ചു പോയിരുന്ന് എൻ്റെ ഈ പാഠങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ And I would confess to God. ഞാൻ എൻ്റെ കർത്താവിനോട് കുമ്പസാരിക്കുകയായിരുന്നു. As I read and study about the Sermon on the Mount, പർവ്വത പ്രസംഗത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ in all honesty, സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, God, I'm still far away from what you are calling me to be. കർത്താവേ, നീ എന്നെ വിളിച്ചിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് ഞാൻ എത്രമാത്രം അകലെയാണ് എന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ ഏറ്റുപറഞ്ഞു. We can all be nice in front of the Christian crowd. ഒരു ക്രിസ്തീയ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നല്ലവരായിരിക്കാനൊക്കെ പറ്റുമായിരിക്കും. But what are we when no one is watching? എന്നാൽ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ്? What are we when we speak ugly to another individual and no one is watching? മറ്റാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സമയത്ത് നാം വേറൊരു വ്യക്തിയോട് മോശമായി സംസാരിക്കുമ്പോൾ നമ്മുടെ നിലവാരം എവിടെ പോയി? What are we when we choose not to be meek? Meek, when we choose not to be meek. Blessed are the meek, Jesus said. ചിലപ്പോഴെങ്കിലും സൗമ്യതയുള്ളവരാകണ്ട എന്ന് നമ്മൾ വിചാരിച്ച ചില സന്ദർഭങ്ങളിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ നാം എവിടെയാണ്? What are we when we know we have not been pure in heart? നമ്മുടെ ഹൃദയശുദ്ധി നമുക്ക് നഷ്ടപ്പെട്ടു പോയ സന്ദർഭങ്ങളിൽ നാം എവിടെയാണ്? You know, there are places in the Bible where people say, Lord, I believe. വേദപുസ്തകത്തിൽ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ചിലരൊക്കെ പറഞ്ഞ ചില സന്ദർഭങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. Help thou my unbelief. എൻ്റെ അവിശ്വാസത്തിന് എന്നോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥന. That sounds strange to me that a person would say, Lord, I believe, help thou my unbelief. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യമില്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. I think that is an awareness of our struggle. ഞാൻ കടന്നു പോകുന്ന ഒരു സംഘർഷത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണമാണ് ആ വാക്ക് എന്നാണ് എൻ്റെ വിചാരം. That we have not fully embraced, completely embraced what God is calling us to be. ദൈവം നമ്മളെ എന്തിനു വിളിക്കുന്നുവോ ആ വിളിയിലേക്ക് നാം പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ആത്മസംഘർഷം ആ വാക്യത്തിലൂടെ നാം അനുഭവിക്കുകയാണ്. Lord, I believe, but help thou my unbelief. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് എന്നോട് ക്ഷമിക്കണമേ. In those places where I am still struggling. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, ഞാൻ ആന്തരിക സംഘർഷത്തിലാകുന്ന അത്തരം സന്ദർഭങ്ങളിൽ Tomorrow we shall take up the first of the Beatitudes. നാളെ ഈ പർവ്വത പ്രസംഗത്തിലെ ആദ്യ ഭാഗ്യവർണ്ണനകളെക്കുറിച്ച് ധ്യാനിക്കാമെന്നാണ് വിചാരിക്കുന്നത്. And they become very direct in what they are calling on us to do. വളരെ വ്യക്തമായി, വളരെ നേരെ നാം എന്തായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് ഭാഗ്യവർണ്ണനകളുടെ വാക്യങ്ങൾ. And sometimes they seem to issue forth in a paradox. ചില സന്ദർഭങ്ങളിലെങ്കിലും ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് ആ ഭാഗത്ത് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. Where the truth we are seeking seems to be the exact opposite. അതായത് നാം അന്വേഷിക്കുന്ന സത്യം എന്ന് പറയുന്നത് അതിൻ്റെ നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നും. They are not easy. അത്ര ഈസി ആയിട്ടുള്ള ആയാസരഹിതമായ കാര്യമല്ല. But then life is not easy either. ജീവിതവും അത്ര ആയാസരഹിതമല്ലല്ലോ എന്ന് നാം ഓർക്കുക.
Hans Dieter Betts says the Sermon on the Mount is not for children, but for adults. പ്രഗത്ഭനായ ഒരു വേദശാസ്ത്രജ്ഞൻ പറയുന്നു, ഈ പർവ്വത പ്രസംഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ്. They are not for people who are specialists in biblical studies, but rather experts in human living. വേദപുസ്തക പഠനങ്ങളിലൊക്കെ പ്രാവീണ്യം നേടിയ ആളുകൾക്ക് വേണ്ടിയല്ല ഈ പുസ്തകത്തിലെ പർവ്വത പ്രസംഗത്തിലെ ഭാഗ്യവർണ്ണനകൾ, പിന്നെയോ നന്നായി ക്രിസ്തീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. We shall take up the specifics of the Beatitudes tomorrow. നാളെ മറ്റും നമുക്ക് ഭാഗ്യവർണ്ണനകളുടെ ധ്യാനം ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ.